തമിഴ്നാട്ടില് വരുന്ന ഏപ്രിൽ 23-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഏറ്റവും നിർണായക സംഗതി തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ സൂപ്പർ താരം വിജയ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ കന്നി അംഗം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതിയായിട്ടുള്ളത്. വിജയ് രൂപീകരിച്ച TVK തമിഴക വെട്രിക്കഴകം കന്നി മത്സരത്തിന് ഇറങ്ങുന്നു. ഒരു മുന്നണിയുമായിട്ടും ഒരു സഹകരണത്തിനുമില്ല എന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് വിജയ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. ഒന്നുമായിട്ടും സഹകരിക്കുന്നില്ല, പക്ഷേ എല്ലാത്തിനുമുള്ള ബദൽ എന്ന രീതിയിലാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. അപ്പൊ അതുപ്രകാരം TVK എന്ന് പറയുന്ന വിജയുടെ പാർട്ടി തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തും. അതിനുള്ള പ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞു. ഇപ്പൊ നേരത്തെ വിജയ് തമിഴ്നാട്ടിലെ പെരമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മത്സരിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ഇപ്പോ 2 മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം മത്സരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഒന്ന് പെരമ്പൂറും ഒന്ന് തൃച്ചി ഈസ്റ്റ്. ഈ 2 മണ്ഡലങ്ങളും നിലവിൽ DMKയുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പെരമ്പൂരിലും വിജയ്ക്ക് പൂർണ്ണമായ വിജയ സാധ്യത ഇല്ല. അതാണ് വാസ്തവം. ചിലപ്പോൾ ജയിച്ചേക്കാം, നേരിയ ജയസാധ്യത ഉണ്ട് താനും, എന്നാലും അത് പൂർണ്ണമായി ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു തോൽവി ഉണ്ടായാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിനും ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിലാകണം അദ്ദേഹം ഇപ്പോൾ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാനായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയേക്കുന്നത്. ഇതുകൂടാതെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ കൊലത്തൂരില് VS ബാബു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും TVKക്ക് വേണ്ടി മത്സരിക്കുക. അതേപോലെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെതിരെ സെൽവം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെയും TVK മത്സരത്തിന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ TVKയുമായി ബന്ധപ്പെട്ട് വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് മുതൽ വിജയ്ക്ക് കണ്ടകശനിയാണ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമായിട്ടുണ്ട്. കാരണം തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ ഉണ്ടായ തിക്കും തിരക്കിലും ഏതാണ്ട് 41 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ നടപടികളിൽ അദ്ദേഹം നിരന്തരം CBIയുടെ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും സമാനമായ തിക്കും തിരക്കും ഉണ്ടാകുന്നു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അങ്ങനെ അത്ര വലിയ രാഷ്ട്രീയ പ്രവേശനം ഒരു സുഖകരമല്ലാത്ത ഒരവസ്ഥയിൽ പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ച നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന നിലയും ഉണ്ടായി. അദ്ദേഹം നേരത്തെ പറഞ്ഞത് DMKയുമായോ AADMKയുമായോ BJPയുമായോ യാതൊരു തരത്തിലുള്ള സഹകരണവുമില്ല എന്നാണ് വിജയ് പ്രഖ്യാപിച്ചത്. അതിൽ BJP അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ശത്രുവും കൂടിയാണ്. പക്ഷെ പിന്നീട് ഈ AADMK BJP അല്ലെങ്കിൽ NDA സഖ്യവുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തി എന്നുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമോശമാണെന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം ഈ സഖ്യ സാധ്യതകൾ തേടിയത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. ഏതാണ്ട് 80 സീറ്റാണ് NDA സഖ്യം TVKക്ക് വാഗ്ദാനം ചെയ്തത്. അതോടൊപ്പം ഒന്നെങ്കിൽ 2.5 വർഷക്കാലം മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ 5 വർഷക്കാലം ഉപമുഖ്യമന്ത്രി പദം, ഇതാണ് വാഗ്ദാനം ചെയ്തത്. പക്ഷെ ഇത് രണ്ടും വിജയ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് തള്ളി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ സഖ്യ സാധ്യതകൾ ഇല്ലാണ്ടായി 234 മണ്ഡലങ്ങളിലും മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും വന്നു. ഇതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കരുതണം, അവിടെ നിലവിൽ DMK MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK ആണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ നിലവിൽ അവിടെ ഒരു ചതുഷ്കോണ മത്സരത്തിനാണ് അരങ്ങുണരുന്നത്. ഒന്ന് NDA സഖ്യം AADMKയും, അതായത് പഴയ ജയലളിതയുടെ ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി നേതൃത്വം നൽകുന്ന AADMKയുടെ സഖ്യവും BJP, അങ്ങനെ NDA സഖ്യം. പിന്നെ ഒന്ന് TVK വിജയുടെ പാർട്ടി, പിന്നെ ജയലളിതയുടെ തോഴി ശശികല നേതൃത്വം കൊടുക്കുന്ന PMK എന്ന് പറയുന്ന സഖ്യം, പിന്നെ DMK. അങ്ങനെ ഈ ചതുഷ്കോണ മത്സരമാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ DMK അവിടെ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്നത് ഈ 3 പേർ പ്രതിപക്ഷ കക്ഷികളായിട്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ DMKക്ക് ഭരണ തുടർച്ച ഉണ്ടാക്കാനുള്ള വലിയ സാധ്യതയാണ് തെളിയുന്നത്. കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ
3 കക്ഷികളിലേക്ക് ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ DMKക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും എന്നുള്ളത് കൂടിയുണ്ട്. അതുകൂടാതെ TVKയുടെ വരവ് DMKക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കി എന്നുള്ളത് കൂടിയുണ്ട്. കാരണം NDAയും DMKയുമായിട്ടാണ് നേർക്കുനേർ പോരാട്ടമെങ്കിലും TVK വരുന്നതോടുകൂടി ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ഒരു വലിയൊരു അളവിൽ TVK അവർക്ക് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി പല മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്നുള്ളൊരു സാധ്യത അത് DMKക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സാധ്യതയുണ്ട്. DMK എന്ന് പറയുന്ന കക്ഷി നിലവിൽ ഭരണവിരുദ്ധ വികാരം നേരിട്ടുകൊണ്ടിരിക്കുന്നു. നിരവധിയായ അഴിമതി ആരോപണങ്ങൾ DMKക്കെതിരെയുണ്ട്. എന്നിട്ട് പോലും അവർ ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണം അത് വിജയുടെ വരവോടുകൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ വിജയ് TVK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് കൊണ്ടുണ്ടായ ഏക പ്ലസ് പോയിന്റ് അവർക്ക് അനുവദിച്ച് കിട്ടിയ പാർട്ടി ചിഹ്നമാണ് വിസിൽ. നമുക്കറിയാമല്ലോ, ഈ IPL മത്സരത്തിലെ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ വിസിൽ പോടു എന്ന് പറയുന്ന ക്യാമ്പയിൻ അല്ലെങ്കിൽ CSKയുമായി ബന്ധപ്പെട്ട് അവർ ആ ആരാധക വൃന്ദം അവരുടെ ഒരു ഭാഗമാക്കി ഉപയോഗിക്കുന്നതാണ് വിസിൽ. അപ്പോൾ ആ വിസിൽ പാർട്ടി ചിഹ്നമാക്കി കിട്ടുന്നതോടുകൂടി കുറച്ചുകൂടി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ TVKക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടാതെ ഈ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വിസിൽ ബ്ലോവർ എന്ന ഒരു പദവിയും കൂടി ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അനുകൂല ഘടകം TVKക്ക് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പറയാം. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് രഹിതമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി രഹിതമായ ഒരു തമിഴ്നാടാണ് വിജയ് വാഗ്ദാനം ചെയ്യുന്നത്. അതേപോലെ 29 വയസ്സ് കഴിഞ്ഞിട്ടും തൊഴിൽ ലഭിക്കാത്ത തൊഴിൽ രഹിതരായവർക്ക് അർഹമായ പരിഗണന, അവർക്ക് തൊഴിലില്ലായ്മ വേതനമടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകും. അതേപോലെ സുതാര്യത, ഭരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കും. ഇതൊക്കെയാണ് വിജയ് വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികൾ ഉള്ള കൈയടക്കം വിജയ്ക്ക് ഈ കാര്യത്തിൽ കൈവരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം തമിഴ്നാട് എന്ന് പറയുന്നത് സിനിമയും രാഷ്ട്രീയവുമായിട്ട് ഇടകലർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ MGR, ജയലളിത, കരുണാനിധി ഇവരൊക്കെ സിനിമാ പശ്ചാത്തലമുള്ളവരാണ്. പക്ഷെ അവർക്കൊരു പിന്തുടർച്ച കൃത്യമായി ഉണ്ടാക്കാൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, ഉലകനായകൻ കമൽഹാസൻ മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ. മക്കൾ നീതി മയ്യത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിൽ, അത് DMKയുടെ ഔദാര്യത്തിൽ രാജ്യസഭയിൽ പോയിരിക്കുകയാണ്. രജനീകാന്ത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണവുമായിട്ട് വന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത്ര സുഖകരമായ ഒരു സംഗതിയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. വിജയകാന്ത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് മുന്നോട്ട് വന്നു. അദ്ദേഹം ഒരു പരിധി വരെ അതിൽ വിജയിക്കുകയും ജനപ്രതിനിധിയാകുകയും ചെയ്തതാണ്. പക്ഷേ അകാലത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാർട്ടിയും അപ്രസക്തമായി. സിനിമാ നടി ഖുഷ്ബു അവർ കോൺഗ്രസിൽ വന്നു, BJPയിലേക്ക് പോയി. അങ്ങനെ കാര്യമായൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. സിനിമാ നടൻ നെപ്പോളിയൻ, ശരത് കുമാർ, അങ്ങനെ ഒരു നീണ്ട നിര തമിഴ്നാട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവേശനം നേടിയെങ്കിലും അവർക്ക് ഒരു ജയലളിതയോ MGRോ ആകാൻ സാധിച്ചില്ല. ഇപ്പോൾ ജയലളിത ഇപ്പോൾ മരണമടഞ്ഞ ഒരു സാഹചര്യത്തിൽ അവരുടെ ഉണ്ടാക്കിയ ഒരു സ്പേസിലേക്ക് ഇടിച്ചു കയറാം എന്നാണ് വിജയ് ധരിച്ചത്. പക്ഷേ അതത്ര എളുപ്പമാകില്ല, വളരെ കഠിനമാണ്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി വിജയ് യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കും. അതത്ര സുഖകരമല്ല, കയ്പുനീറേറിയതാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചതിന് വിരുദ്ധമായി സിനിമയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.